ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയ്ക്ക് ശാരീരികമായ പല ആവശ്യങ്ങളും ഉണ്ടായേക്കാം. അവിടെയാണ് ഡോക്ടർ ഞാൻ തോൽക്കുന്നത്. അതൊരു തരം ഒബ്സഷനാണ് പ്രഭേ. ശ്രമിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ. ഞാൻ പലപ്പോഴും ശ്രമിച്ചു. പക്ഷേ രമണിയുടെ ഓർമ്മകൾ എന്നെ തളർത്തുന്നു. എങ്കിലിപ്പോൾ ഉഷയാണ് ജീവിതത്തിലെ പങ്കാളി. അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രഭയാണ് നിറവേറ്റേണ്ടത്. അതിനൊരു കുറവും വരുത്തിയിട്ടില്ലല്ലോ. പക്ഷേ ലൈംഗികമായ നിസ്സഹകരണം ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നൊമ്പരപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. പ്രഭയുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നു. രമണിയുടെ ഓർമ്മകളല്ലേ, കാലത്തിനതൊക്കെ മാറ്റാൻ കഴിയും. ഒരാഴ്ച ടീച്ചർ ഒളിച്ചിരിക്കുകയാണല്ലേ? ചേച്ചി എവിടെ മോളെ? എന്നെ പറ്റിക്കാനൊക്കത്തില്ല. ടീച്ചറും എന്താ വീട്ടിൽ വരാത്തത്? ഒരു ദിവസം വരാം മോളെ. ഇന്ന് തന്നെ വരണം. ഞങ്ങളുടെ പുതിയ അമ്മ കാണണ്ടേ? ടീച്ചർ എന്താ കരയാണോ? ഒന്നുമില്ല. ഗൗരിയമ്മേ, ഞങ്ങൾ പോവാ. കൊച്ചു കുഞ്ഞിന് പനിയുടെ ലക്ഷണമാ. അപ്പൊ പിന്നെ മുതലാളി വരുമോ? ഓ, അത് സാരമില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നുവരെ ക്ലബിൽ പോയിട്ടില്ല. വേഗം എത്തുന്നേ. ഡ്രസ് മാറ്റുന്നില്ലേ? പോകാൻ സമയമായി. എവിടേക്ക്? മറന്നുപോയോ? ഇന്ന് ക്ലബിന്റെ ആനുവൽ അല്ലേ? എല്ലാ മെമ്പേഴ്സും അവരുടെ ഭർത്താക്കന്മാരുമായിട്ട് വരും. അതുകൊണ്ട് ഞാനും വരണമെന്നുണ്ടോ? അപ്പോൾ വരുന്നില്ലായിരിക്കും. ഇല്ല. അങ്ങാണെങ്കിൽ സന്തോഷം തരുന്നൊരു വാക്ക് പോലും എന്നോട് പറയാറില്ല. കുട്ടികൾ എന്നെ സ്നേഹിക്കുന്നതുമില്ല. അതുകൊണ്ട് മനസമാധാനത്തിന് വേണ്ടി അല്പനേരം ക്ലബിൽ പോകാമെന്ന് കരുതി. കുടുംബിനിയായ ഒരു സ്ത്രീക്ക് സ്വന്തം വീട്ടിൽ കണ്ടെത്താൻ കഴിയാത്ത സന്തോഷം ഒരു ക്ലബിൽ പോയാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, ഞാൻ ക്ലബിൽ പോകുന്നത് ഇഷ്ടമല്ലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ല. അമ്പിളിക്ക് പനിയായിരിക്കുമ്പോൾ. മനസ്സിലായി. ഞാൻ പോകുന്നില്ല. അനിയൻകുട്ടിക്ക് അമ്മ തയ്ച്ചതാ, തൊടാൻ പാടില്ല. കാപ്പി തയ്യാറായി. കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്ത് കുടിച്ചോളൂ. കാപ്പി ഞങ്ങൾ അച്ഛൻ്റെ കൂടെ കുടിച്ചോളാം. പറയുന്നു കേക്ക് കുട്ടി. ഉഷേ, വിളിച്ചായിരുന്നു. കുട്ടികളോട് കുറച്ച് മയത്തി പെരുമാറിക്കൂടെ? അവർക്ക് ഞാൻ പറയുന്ന അനുസരിച്ചാൽ എന്താ? ഞാൻ എന്ത് പറഞ്ഞാലും അവർക്ക് ഇഷ്ടമല്ല. ഒന്നുകിൽ അമ്മ, അല്ലെങ്കിൽ ടീച്ചർ. അവരൊക്കെ ഇവരെ സ്നേഹിച്ചവരാണ്. എല്ലാത്തിനും എനിക്ക് കുറ്റം. അനിതേ, അമ്മ പറഞ്ഞ അനുസരിക്കില്ലേ? അവർക്ക് വിളമ്പി വെച്ചിരിക്കുന്നത് എടുത്ത് കഴിക്കാൻ പറയും. അമ്പിളി, രണ്ടുപേരും അകത്ത് പോയി ആഹാരം കഴിക്കാൻ. പോയി കഴിക്കാൻ. പോകാൻ. വാമോളെ, കരയണ്ടോ? മോളെ കരയാൻ. മോളെ കരിയേ, മോള് കരയില്ലേ? കരയില്ലേ മോളെ? കരയില്ലേ മോളെ? നമുക്ക് അമ്മയില്ലല്ലോ. കരയില്ലേ? കരയില്ലേ മോളെ? അങ്ങനെ രാവിലെ കുട്ടികളെ ഒന്ന് നോയിക്കേണ്ടി വന്നു. അത് വേണ്ടായിരുന്നു. തെറ്റു മുഴുവൻ ഉഷയുടേതാകണമെന്നില്ല. കുട്ടികൾ അവരെ സ്നേഹിക്കുന്നില്ല. ആരും തെറ്റുകാരാണെന്ന് ഞാൻ പറയുന്നില്ല. രണ്ടാനമ്മ രണ്ടാനമ്മ തന്നെ ആയിരിക്കും. എന്നോട് പരിഭവിക്കരുത്. പ്രഭയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്
ഞാൻ ഈ വിവാഹത്തിന് നിർബന്ധിച്ചത്. ഈ വിധം വരുമെന്ന് ഞാൻ കരുതിയില്ല. നോനോ, എനിക്ക് അങ്ങനെ ഒരു ധാരണയുമില്ല. എല്ലാം എന്റെ വിധി.